എനിക്ക് ശ്രീജിത്തിനോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ അപ്കമിങ് ആക്ടർ ആണല്ലോ, ഇപ്പൊ മൂവിയിലൊക്കെ അഭിനയിച്ചു വളർന്നു വരുന്ന ഒരു ആക്ടർ ആണല്ലോ, എങ്ങനെയാണ് ഈ ആക്ടിങ്ങിലോട്ട് വന്നത്? ചെറുപ്പം മുതൽ ഇങ്ങനെ സിനിമയൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും അതിനോട്. അങ്ങനെയൊക്കെ വന്നാണ് അഭിനയിക്കാൻ ഭയങ്കര മോഹമായിരുന്നു. അങ്ങനെ താല്പര്യപ്പെട്ടു വന്നാണ്. പിന്നെ ഈ ചേട്ടനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പടത്തിലേക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഈ അതെ അല്ല, അതിനു മുമ്പ് 2 പടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ചേട്ടൻ ഇങ്ങനെ എന്നെ വിളിക്കണേ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മറ്റു പടങ്ങൾ ചെയ്തോളല്ലേ ഈ പടങ്ങള് അവിടെ കണ്ടു കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അന്നേരം ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പോകുമ്പോ പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അവിടെ കൂടി കുറെ ആർട്ടിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഇത് ഫസ്റ്റിൽ നമുക്ക് ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ, ചുമ്മാ ടൈം കളയണയാണോ, എല്ലാം പടുപടുന്നാണ് സംഭവങ്ങളെല്ലാം നീക്കണ ആൾക്കാർ. ഈ ചേട്ടൻ തന്നെയാണോ? ഞാൻ നോക്കുമ്പോ ഈ ചേട്ടൻ ക്യാമറ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓർന്നു ഇങ്ങോട്ട് ഓർന്നു, ഇത് മാത്രമാണ് കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടതാണ് ക്യാമറ നല്ല ക്വാളിറ്റിയാണ്, ശരിക്കും ഒരു ഫിലിം കാണുന്നോണ്ടിരിക്കും. പിന്നെ ഇപ്പൊ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു മൂവി എടുക്കുമ്പോൾ. ലൊക്കേഷൻ ആണെങ്കിലും എല്ലാം പോസിറ്റീവ് ആയിട്ടാണ്. കാരണം ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ദിവസം ഓർക്കല്ല, ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന ദിവസം ജൂണിലാണ് ഷൂട്ടിങ്, ഓർത്തില്ല. നമ്മളെ ഷൂട്ടിങ്ങിന്റെ പറഞ്ഞതിന് മുമ്പ് മഴക്കാലം മൈൻഡിൽ കാണൂല, മഴ പെയ്യണ. ക്ലൈമാക്സ് ഞങ്ങള് ഷൂട്ട് ചെയ്യണ ഒരു പോയാലിമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത്. അപ്പൊ അവിടെയാണ് ക്ലൈമാക്സ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്യണ സമയത്ത് മഴക്കാലം ഞങ്ങൾ ഓർത്തില്ല. എല്ലാരും സെറ്റ് ചെയ്തു, 15 ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്തു. ഷൂട്ട് ചെയ്യുന്ന ടൈം ഒരു 6 മണിക്ക് ഷൂട്ട് ചെയ്യണം. കാരണം അവിടെ ഒരു 7, 8, 9 മണിയൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ആരും അവിടെ തടയാൻ പറ്റൂല. അപ്പൊ അതിന് നമുക്ക് ഷൂട്ടിങ് തുടങ്ങണം. എന്തോ ഭയത്തിന് അന്ന് നല്ല മഴയായിരുന്നു, വെളുപ്പിന് 6 മണി വരെ മഴയായിരുന്നു. ഞങ്ങള് മഴയും കൊണ്ടായി എല്ലാവരും കയറി. ഞങ്ങൾ അവിടെ കയറി നിന്ന ടൈം തൊട്ട് ഞങ്ങൾക്ക് ലെക്കായിരുന്നു. ഞങ്ങള് ഷൂട്ട് തീർന്നാലും ഞങ്ങൾക്ക് മഴ പെയ്തില്ല. ആർട്ടിസ്റ്റ് അങ്ങനെ കാര്യം എല്ലാരും അത്യാവശ്യം നല്ലോണം അഭിനയിക്കുന്നത്. പിന്നെ എല്ലാം ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ചിലവർക്ക് ഞാൻ ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കും, ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കും. സപ്പോർട്ടാണ് കൂടുതലും വന്നേക്കണം. അവര് തന്നെ എന്നെ ഓൾറെഡി പറയും പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യണല്ലേ, നമ്മൾ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിട്ട് തന്നെയല്ല. അപ്പൊ അവര് അതിന്റെ ഒപ്പം കൂടെ നിൽക്കും പറഞ്ഞ രീതിയിലൊക്കെ. പിന്നെ സിനിമയില് നമ്മൾ ലൂസിഫറിലൊക്കെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഈ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടില്ല, അങ്ങനെ വല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ? അത് ഞാൻ ആദ്യമൊക്കെ എഡിറ്റ് ചെയ്യുന്ന സാധനമൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ പുറത്തു ആൾക്കാർ ഭയങ്കരമായിട്ട് കളിയാക്കും. അപ്പൊ ആദ്യം തോന്നി ഇവരെന്തിനാ എന്നെ കളിയാക്കണമെന്ന് തോന്നി. പിന്നെ നമ്മള് അവരുടെ വ്യൂവിൽ നിന്നുമ്പോ ഓക്കെ ഇത് മിസ്റ്റേക്ക് ഉണ്ട് മനസ്സിലാവും. ഞാൻ തെറ്റ് അംഗീകരിക്കും. ഒരാളിപ്പോ എന്റെ വർക്ക് കണ്ടിട്ട് ഇത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കും. പിന്നെ അടുത്തതിൽ ഞാൻ എന്ത് ചെയ്യും, ആ തെറ്റ് തിരുത്താനുള്ള ഒരു പരിപാടി തുടങ്ങും. അങ്ങനെ തിരുത്തി വന്നാണ് ഞാൻ ഇത്ര വലിയ സാധനം ചെയ്യാൻ കാരണം. അങ്ങനെയാണ് മിസ്റ്റേക്ക് തിരുത്തിയാണ് വരുന്നത്. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്താ? എഡിറ്റിംഗ് ആണോ? എഡിറ്റിംഗ് പടം ജനറേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ എന്തൊരു സീൻ നമുക്ക് ഇത് ചെയ്ത് വെക്കാം, പക്ഷെ എഡിറ്റിംഗ് വരുമ്പോ ആ ഒരു സിനിമയ്ക്ക് ഒരു ഫ്ലോ ഉണ്ടല്ലോ. ആദ്യം ഷൂട്ട് ചെയ്യുമ്പോ ഒരു 1:10 സംതിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ കട്ട് ചെയ്ത് കളഞ്ഞു, കുറെ ലാഗ്, കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വേണ്ടാന്ന് തോന്നി. കാരണം അതിന്റെ ആവശ്യമില്ല, സീൻ കണക്ഷനിൽ അതിന്റെ ആവശ്യമില്ലാത്തൊരു സീൻ ഉണ്ട്, ഡിലീറ്റ് കളഞ്ഞു. അപ്പൊ സങ്കടം വരും, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത്. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം വരും. പിന്നെ ഫുൾ ഔട്ട് കാണുമ്പോ ആൾക്കാർ ഇത് പറയല്ലോ മറ്റേതും കൂടെ ഉണ്ടെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാൻ. ഇപ്പൊ ശ്രീജിത്ത് ഇപ്പൊ ഡിബിന്റെ കൂടെ രണ്ടാമത്തെ മൂവിയിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ശ്രീജിത്തിനെ വെച്ച് നോക്കുമ്പോ ഡിബിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്ന ഏത് പാർട്ടാണെന്ന് തോന്നുന്നത്? ഡയറക്ട് ചെയ്യും, ലിറിസിസ്റ്റ് ആണ്, എല്ലാത്തിലും. അതിന് ഇന്നത് എടുത്ത് പറയാനൊന്നുമില്ല. എടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന ഒരു എനർജറ്റിക് പവർ ഉണ്ട്, അതിന് ചെയ്യേണ്ട നല്ലോണം ഉണ്ട്. ഒരു ഓറ ഉണ്ട്. നമ്മള് ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോ പറഞ്ഞെങ്ങനെയാണ് ബാബാ കയറി വണ്ടി എടുക്കാം, അങ്ങനെ ഒരു സ്പീഡാണ് ഫുള്ളായിട്ട്. അതുകൊണ്ട് തന്നെ ചിലവര് അഭിനയിച്ചോണ്ടിരിക്കുന്നത് എന്റെ പടത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് പൂവായിട്ട് വന്നാൽ ഇതൊരു സിനിമയാണ്, അങ്ങനെയൊന്നും അല്ല സിനിമ എടുക്കുന്നത്. അപ്പൊ നമ്മള് കേട്ടോണ്ടിരിക്കും, നമ്മുടെ ചെവിക്ക് നെഗറ്റീവ് പറഞ്ഞ ഒരാർട്ടിസ്റ്റ് വന്നു പുറത്തൊന്നും ആദ്യമായിട്ട് വന്നു. ഞാൻ ഡള്ളായി പോയിട്ടില്ല. പിന്നെ ഈ സാധനം ഇറങ്ങിയപ്പോ ഞാൻ ഷൂട്ടിംഗ് ചെയ്ത ടൈമിൽ നമ്മൾ ഡല്ലാക്കാൻ നോക്കുന്നു. അങ്ങനെയാണ് കുറെ പേര് ചോദിച്ചു ഇത് ഇങ്ങനെയാണോ, ഇത് ശരിയാവോ, എന്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ. ഞാനപ്പോ തന്നെ അറിയും. ഞാനിത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ അഭിനയിക്കുന്നവരെ ചിലവരെ അഭിനയിച്ചിട്ട് അവർക്ക് അറിയില്ല എന്താ ഔട്ട് തന്നെയാണ്.
മൈൻഡിൽ കണ്ടോണ്ടാണ് സാധനം. ഷൂട്ട് ചെയ്യുന്ന ഓർഡറിലാണ്. അല്ലല്ല ഓർഡർ ഒന്നല്ല, മറിച്ചും തിരിച്ചൊക്കെ ഷൂട്ട് മറിച്ചും തിരിച്ചൊക്കെ. അല്ല ഞാൻ അപ്പൊ ഈ കഥയുടെ കൺഫ്യൂഷൻ ആവോ? ലൈക്ക് നമ്മള് ഇപ്പൊ സ്ക്രിപ്റ്റ് പ്രോപ്പർ ആയിട്ട് നമ്മൾ എഴുതാണ്ട് മറിച്ചും തിരിച്ച് ഷൂട്ട് ചെയ്യുമ്പോ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകും. മറിച്ചും തിരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യും. അതെ, ചിലപ്പോ ഞാൻ സെന്ററിൽ നിന്ന് ഷൂട്ടിംഗ് കൊടുക്കും. അതല്ല പറ ഫോട്ടോ സ്റ്റാറ്റിക് മെമ്മറി അത് അല്ല, നമ്മുടെ നമ്മള് മൈൻഡിലുണ്ടല്ലോ, നമ്മൾ കഥ മൈൻഡിൽ ഓൾറെഡി 2 പ്രാവശ്യം നോക്കി ഇങ്ങനെ കണക്ഷൻ ചെയ്യണം. എന്നാലും നമ്മളിപ്പോ ഒരു കഥ ക്രിയേറ്റ് ചെയ്യുമ്പോ ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു കഥ ഉണ്ടാവും. ചിലപ്പോ 2 മിനിറ്റ് കഴിഞ്ഞാൽ ആ കഥയ്ക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റമോ നമുക്ക് തോന്നിയേക്കാം. അപ്പൊ ഇതെങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുപോയത് ആ സ്ക്രിപ്റ്റ് എഴുതാണ്ട് പോലും? ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഇങ്ങനെ ചിന്തിക്കും. ഞാൻ ത്രെഡ് ഇങ്ങനെ ചിന്തിക്കും വണ്ടി ഓടിക്കും. 2 പ്രാവശ്യം ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ മൈൻഡ് സെറ്റ് ആവും. പിന്നെ ഷൂട്ടിംഗ് അനുസരിച്ച് ചെയ്യും. ഈ ലൊക്കേഷനിൽ ഇംപ്രൂവൈസ് ചെയ്ത് പറ്റാറുണ്ടോ? സ്വന്തമായിട്ട് പുതിയ അതെ, പെട്ടെന്ന് എന്തെങ്കിലും മാറ്റണം. ഞാൻ ഇപ്പൊ ഒരു സീൻ ചെയ്യണ സമയത്ത് എനിക്ക് അറിയില്ലാത്തൊരു സംഭവമാണ് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞാൽ അവർ പറയണ ഇങ്ങനെ ഒരിക്കലും സപ്പോസ് സാത്താനിൽ അങ്ങനെ ഒരുപാട് സംഭവം നടത്തുന്നുണ്ട്. ഒരു കുടുംബത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ സഭയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട രംഗമുണ്ട്. ഞാൻ അവരെ വേറെ രീതിയിലാണ് ചിത്രീകരിച്ചത്, പള്ളിയിൽ കയറണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിലൊരു ഫാദർ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ ഫാദർ പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ഫാദർ എനിക്ക് അഡ്വൈസ് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അത്രയും വലിയ മനുഷ്യൻ അഡ്വൈസ് ചെയ്ത് ഞാൻ അത് അംഗീകരിച്ചു. എന്നാൽ നമുക്ക് അങ്ങനെ മാറ്റാം, പെട്ടെന്ന് അത് മാറ്റി അങ്ങേറെ രീതിയിലേക്ക് കഥ കൊണ്ട് ഞാൻ എഴുതി. കാരണം ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ ചെയ്യുന്നത്. തെറ്റായ സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവര് ഇപ്പൊ പ്രേക്ഷകരെ ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ അത് പറയില്ല അത് തെറ്റാണ് നീ ചെയ്തെന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ എടുത്ത ടൈം വേസ്റ്റിംഗ് എഫേർട്ട് വേസ്റ്റിംഗ് എല്ലാം വെച്ചു. അപ്പൊ ഞാൻ അംഗീകരിക്കും. അറിയാവുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ പക്കയായിട്ട് അത് അംഗീകരിച്ച് ആ രീതിയിൽ ഞാൻ പിന്നെ മാറ്റിക്കൊണ്ടു.